വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അല്ലാഹു ഇത്രയും വേഗം അത് തീർക്കാനുള്ള അവസരം നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഈ അവസരം ബിദഈ പ്രസ്ഥാനങ്ങൾ നന്നായി മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത് ഉപയോഗപ്പെടുത്താൻ അവസരമല്ല. കാരണം അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി അവർ വലിയ കുതന്ത്രശാലികളാണ്. അവരാദ്യമേ വെഞ്ചതിൽ പോലെ എന്നാണ് ബഹുമാന്യ നാട്ടിക മുസ്ലിംസ്കാർ പറയാറുള്ളത്. നവറല്ലാഹു മർക്കദഹു, അദ്ദേഹത്തിൻ്റെ ഖബറല്ലാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ. വളരെ തന്ത്രപരമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആ വിഭാഗം പൊതു പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് വളരെ വിദഗ്ധമായി അവരുടെ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാനും അവരുടെ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിൻ്റെ സക്കാത്ത് ഫണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ആരെങ്കിലും അതിലേക്ക് സക്കാത്ത് കൊടുക്കാറുണ്ടോ? അങ്ങനെ വിഷയമേ നമ്മൾ അറിയില്ലല്ലോ. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ഫണ്ട്, ബൈത്തുൽ സക്കാത്ത് മലയാളികൾക്ക് മൊത്തം അറിയുന്ന വിധം ചാനലുകളിലും മറ്റ് മീഡിയകളിലും മൊത്തം വാർത്തയായി വളരെ പ്രമുഖരായ ആളുകളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചുകൊണ്ട് ജനാംഗീകാരം നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ ഒരു ബോധമുണ്ടാക്കി തീർക്കുക, ഒരു വിചാരമുണ്ടാക്കി തീർക്കുക, നമ്മുടെ സക്കാത്തിൻ്റെ ഫണ്ട് അവരെ ഏൽപ്പിച്ചാൽ അത് സുരക്ഷിതമായി അർഹിക്കുന്ന ആളുകളുടെ കയ്യിലെത്തുമെന്നൊരു വിശ്വാസം ഉണ്ടാക്കി തീർക്കുന്ന പ്രതീതി. സഹോദരന്മാരെ, വളരെ ജാഗ്രത പാലിക്കണം. ഈ ആദർശ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ കണക്കിലെടുക്കുക എന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് 5 തൂണുകളാണ്. അതിൽ മൂന്നാമത്തെ തൂണാണ് സക്കാത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇബാദത്തുകളിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. ഒരു ഇബാദത്താണ്. ആ നിസ്കാരം നമ്മൾ സൂക്ഷ്മമായി നിർവഹിക്കുന്ന സമയത്ത് 3 തവണ നമ്മൾ കയ്യൊന്ന് ഇളകിയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി. അശ്രദ്ധമായി ഒന്നും ഇങ്ങനെ ചൊറിഞ്ഞാൽ മതി, നിസ്കാരം ബാത്തിലായി. കാരണം ഇബാദത്തിൻ്റെ നിബന്ധനകൾക്ക് വിഘ്നം വന്നു എന്നുള്ള പ്രശ്നം. ഇതേപോലെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് സക്കാത്ത്. ആ സക്കാത്തിൻ്റെ ചിട്ടകളും നിയമങ്ങളും ആദാബുകളും പാലിച്ചുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് വിഫലം, ആ ഇബാദത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. ആഖിറത്തിൽ ചില സമയത്ത് സക്കാത്തിൻ്റെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഗൗരവതരമായ സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ജനസമൂഹത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സത്യത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിൻ്റെ നിശ്ചിത വിഹിതം അള്ളാഹു കൃത്യമായി ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗങ്ങൾക്ക് മാത്രം നൽകേണ്ടതാണ്. 9ാമത്തെ വിഭാഗത്തിന് കൊടുക്കാൻ പറ്റില്ല. ആ 8 വിഭാഗത്തിന് കൊടുക്കാൻ പറ്റും. ഏറ്റവും നല്ല പള്ളി ഉണ്ടാക്കാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും നല്ലതാണ് യത്തീംഖാന കെട്ടിടം നിർമ്മിക്കാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും നല്ലതാണ് പാവപ്പെട്ട ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. സക്കാത്ത് അള്ളാഹു കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബ് വൽ ഗാരിമീന വഫീ സബീലില്ലാഹ് വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. സൂറത്ത് തൗബയിൽ 60-ാം സൂക്തത്തിൽ ആധികാരികമായും പ്രസ്പഷ്ടമായും അള്ളാഹു പറയുന്നു, നിശ്ചയം സക്കാത്ത് നൽകേണ്ടത് ദരിദ്രർക്കാണ്, സാധുക്കൾക്കാണ്. സക്കാത്ത് പിരിച്ചെടുക്കുന്ന ഇസ്ലാമിക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തൊഴിലാളികൾക്കാണ്, പുതുവിശ്വാസികൾക്കാണ്, കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കാണ്, അടിമകളുടെ മോചനത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പടയാളികൾക്ക് വേണ്ടിയാണ്, യാത്രയിൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്കാണ്. ഫരീളത്തൻ മിനല്ലാഹ്, ഇത് അള്ളാഹു നിശ്ചയിച്ചാണ് 8 വിഭാഗം. അവർക്കേ സക്കാത്ത് പറ്റൂ. എന്താ അവർക്ക് മാത്രം നിശ്ചയിക്കാൻ? വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു സർവജ്ഞനാണ്, സർവതന്ത്രജ്ഞനാണ്. അള്ളാഹുവിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ പടച്ച റബ്ബിനറിയാം. എന്നാൽ കേരളത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് ഈ നിയമം ചിട്ടയും കൃത്യമായി ഫിഖ്ഹിന്റെ കിതാബുകളുടെ വെളിച്ചത്തിൽ പാലിച്ചുകൊണ്ട് സക്കാത്ത് കാര്യക്ഷമമായി സൂക്ഷ്മമായും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കിതാബുകളെ കൃത്യമായി മസല പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മതപണ്ഡിതന്മാർ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് ആളുകൾ നിർവഹിക്കുന്നുമുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകൾ എല്ലാ വിഷയങ്ങളും വ്യതിയാനം വന്നതുപോലെ ഈ ബിദഈ ചിന്തകൾ വന്ന ആളുകൾക്ക് ഇസ്ലാമിനെ വെട്ടിമുറിക്കാനും പരിഷ്കൃത നിയമങ്ങൾ കൊണ്ടുവരാനും ഇസ്ലാമിൽ ഭേദഗതി വരുത്താനും ചിലത് കൂട്ടിച്ചേർക്കാനും ചിലത് വെട്ടിമുറിക്കാനും യാതൊരു മടിയുമില്ലാത്ത നിർലജ്ജം ദീൻ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന വിഭാഗം എല്ലാവരും സക്കാത്തിൽ കൈവച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് സക്കാത്ത് ഞങ്ങൾക്കാണ് കിട്ടേണ്ടത്, ഞങ്ങൾ മുജാഹിദീൻ എന്നാണ് ഞങ്ങളുടെ പേര്. സക്കാത്ത് കിട്ടുന്ന ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരുന്ന പോരാളികളാണ്, ഞങ്ങളാണ് ആൾക്കാർ എന്നാണ്.
NDF എന്ന സംഘടന പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് നിരോധിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മൊത്തം ജയിലിലാണ്, ജാമ്യം കിട്ടാതെ. അവർ വർഷാവർഷം പറഞ്ഞിരുന്ന, അവർ പ്രത്യേകം ലഘുലേഖ തയ്യാറാക്കി വീടുകൾ എത്തിച്ചിരുന്ന ലഘുലേഖയിൽ പറയുന്ന സക്കാത്ത് അവർക്കാണ് കിട്ടേണ്ടത്. അവരാണ് ഇവിടെ ജിഹാദിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, നിങ്ങളുടെ സക്കാത്ത് ഫണ്ട് ഞങ്ങളുടെ ശാഖയിലുള്ള അമീറിനെയാണ് ഏൽപ്പിക്കേണ്ടത്. അത് ആ അമീർ അത് കൈകാര്യം ചെയ്യും, ഞങ്ങളത് വേണ്ട വിധം കൈകാര്യം ചെയ്യും എന്നാണ് അവർ പറയുന്നത്. മുജാഹിദിൻ്റെയോ മറ്റ് വിഭാഗങ്ങളുടെ കാര്യങ്ങളൊന്നും അത്ര ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല. അവർ നമ്മുടെ ശത്രുക്കളെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പൊതു പ്ലാറ്റ്ഫോമിൽ കയറി അവർ നമ്മുടെ ആളുകളായി ചമഞ്ഞുകൊണ്ട് നമുക്കിടയിലൂടെ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഓഫീസുകളൊക്കെ വന്ന് മുസ്ലിങ്ങളെ മൊത്തം യോഗം, കമ്മിറ്റികളൊക്കെ യോഗം ചേർന്ന് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിൽ നമ്മുടെ നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ ഏറ്റെടുപ്പിച്ച് വ്യാപകമായി പ്രചണ്ഡമായ പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ട് അവർ കാര്യക്ഷമമായി നമ്മുടെ ആളുകളുടെ സക്കാത്തിൻ്റെ ഫണ്ട് കൈക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്തിന്റെ ഫണ്ട് എന്താണ് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, സക്കാത്തിന്റെ ഫണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് കയ്യിൽ കിട്ടുന്ന സക്കാത്തിന്റെ ഫണ്ട് അവർ ആര് സക്കാത്തിന്റെ ഫണ്ട് കൊടുത്താലും അവർ ചെയ്യേണ്ട കാര്യം ഈ ഭരണഘടനയുടെ പേജ് നമ്പർ 49 അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഓരോ പ്രാദേശിക ജമാഅത്തിനും പ്രാദേശിക ബൈത്തുൽമാലും ഓരോ ഹൽക്കയിലും ഹൽക്ക ബൈത്തുൽമാലും ജമാഅത്ത് കേന്ദ്രത്തിൽ കേന്ദ്ര ബൈത്തുൽമാലും സ്ഥാപിക്കുന്നതാണ് ബൈത്തുൽമാൽ. ബൈത്തുൽമാൽ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്ന ഒരു ട്രഷറി, ഇസ്ലാമിക സമ്പത്ത് സ്വരൂപിക്കുന്ന, സക്കാത്ത് പോലുള്ള സമ്പത്ത് സ്വരൂപിക്കുന്ന ഒരു ഫണ്ടാണ് ബൈത്തുൽമാൽ. അത് ഇസ്ലാമിക ഭരണകൂടത്തിലുണ്ടാക്കുക. പക്ഷേ ഇവരങ്ങനെ ബൈത്തുൽമാൽ എന്നൊരു ഫണ്ട് ഉണ്ടാക്കുന്നു. ആ ഫണ്ട് ഉണ്ടാക്കി അവിടെ സ്ഥാപിച്ചു വെക്കും. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് ജമാഅത്തിന്റെ പ്രാദേശിക ബൈത്തുൽമാലിൽ അടക്കുന്നതാണ്. ഓരോ ജമാഅത്ത് മെമ്പർമാരും ഇത്രയും കാലം ജമാഅത്തുകാരല്ലാത്തവരോട് ചോദിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ വ്യാപകമായി മുസ്ലിം സമൂഹത്തിനെ മൊത്തം സക്കാത്ത് ശേഖരിക്കാനുള്ള ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഭരണഘടനയിൽ എഴുതിച്ചിരുന്നത് ഖണ്ഡിക 58 എഴുതി വെച്ചിരിക്കുന്നത്, ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് ജമാഅത്തിന്റെ പ്രാദേശിക ബൈത്തുൽമാൽ അടക്കുന്നതാണ്. എന്നാൽ തുടർന്ന് പറയുന്നത്, വ്യക്തികൾ ബൈത്തുൽമാലിൽ അടച്ചാൽ ശാഖയിലാണ് അടക്കുക. എന്നാൽ ഇതിൻ്റെ ഭരണഘടനയുടെ മറ്റൊരു വകുപ്പിൽ പേജ് നമ്പർ 34 പറയുന്നു, ഈ ശാഖയിൽ അടച്ച ഈ ബൈത്തുൽമാൽ ഫണ്ട്, സക്കാത്തിന്റെ ഫണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ട് അമീറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഭരണഘടനയുടെ പേജ് നമ്പർ 34 പറയുന്നുണ്ട്, കേന്ദ്ര ബൈത്തുൽമാലിൽ നിന്ന് ജമാഅത്ത് പ്രവർത്തനങ്ങൾക്ക് സംഖ്യ ചെലവഴിക്കാവുന്നതാണ് ഈ ഫണ്ടിൻ്റെ രീതി. അതായത് ശാഖയുടെ ബൈത്തുൽമാലിലാണ് സക്കാത്തിന്റെ ഫണ്ട് നൽകേണ്ടത്, ജമാഅത്ത് അംഗങ്ങൾ നൽകും. മറ്റൊരു വകുപ്പ് പറയുന്നുണ്ട്, ഈ ഫണ്ട്, ശാഖയുടെ ഫണ്ട് ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന്, അതായത് അമീറിന് അധികാരം ഉണ്ടായിരിക്കും, കേന്ദ്ര ബൈത്തുൽമാൽ ഫണ്ട് ലയിപ്പിക്കാൻ സാധിക്കും. തുടർന്ന് പറയുന്നുണ്ട്, കേന്ദ്രത്തിന്റെ ഈ ബൈത്തുൽമാൽ ഫണ്ടിൽ നിന്നാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വിനിയോഗിക്കേണ്ടത്, ചെലവഴിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആകത്തുക എന്താണ്? നമ്മൾ ഈ കൊടുക്കുന്ന സക്കാത്ത് ഇവരെ ശാഖയിൽ വാങ്ങിവെക്കും. ഈ ശാഖയിൽ കൊടുക്കുന്ന ഫണ്ട് അമീറിന്റെ അധികാരം ഉപയോഗിച്ച് കേന്ദ്ര ഫണ്ട് ലയിപ്പിക്കും, ബൈത്തുൽമാൽ. ഇനി അടുത്ത വകുപ്പിൽ പറയുന്നത്, ആ ഫണ്ടിൽ നിന്നാണ് സംഘടനാ പ്രവർത്തനത്തിന് പണം നീക്കി വെക്കേണ്ടത് എന്ന്. ഇതൊരു ഭരണഘടന പച്ചയിൽ പറയുന്ന കാര്യമാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ഖാലിദ് മൂസ നദ്വി എന്ന് പറയുന്ന അവർ കേഡർ പാർട്ടി, അങ്ങനെ ഒരു രഹസ്യം പുറത്തു വരില്ല. പക്ഷെ ഒരു നിലയ്ക്കും യോജിച്ചു പോകാൻ കഴിയാതെ ചില്ലറ കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിക്കും. ആ കൂട്ടത്തിൽപ്പെട്ടാണ് ഖാലിദ് മൂസ നദ്വി എന്ന് പറയുന്ന പണ്ഡിതൻ. ഇവരുടെ ഷൂറ മെമ്പർ നമ്മുടെ മുഷാവറ മെമ്പർ എന്ന് പറയുമ്പോൾ വാക്കോട്സ് അവിടെ വന്നുപോയി. അങ്ങനെ അവരുടെ ടോപ്പ് ലീഡർ മഹാപണ്ഡിതനാണ് ഖാലിദ് മൂസ നദ്വി. അദ്ദേഹം 1-2 വർഷങ്ങൾക്ക് ഇവർ സക്കാത്ത് അനർഹമായ നിലയിൽ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. പാർട്ടിയുമായിട്ടുള്ള ഈ സക്കാത്ത് വിനിയോഗിക്കുന്ന രീതി ശരിയല്ല എന്ന് പച്ചയായി അദ്ദേഹം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന് ഒരുപാട് പശ്ചാത്തലമുണ്ട്. കാരണം അവർ ഈ പറയുന്നത് പോലെ സംഘടനാ പ്രവർത്തനത്തിനാണ് സക്കാത്ത് ഫണ്ട് വിനിയോഗിക്കുന്നത്. വെറും സംഘടനാ പ്രവർത്തനത്തിന് മാത്രമല്ല, സംഘടനാ പ്രവർത്തനം 8 അവകാശികളില്ലല്ലോ. അത് നമ്മൾ വേറെ കാശ്, നമ്മളൊക്കെ എന്താ ചെയ്യാറുള്ളത്, SKSSF ഈ പരിപാടിയുടെ സംഘടനാ ഫണ്ട് നമ്മൾ സക്കാത്തിന്റെ പണം ചെന്ന് ചോദിക്കൂല, അവർ തരൂല്ല, നമ്മൾ വേറെ കലക്ഷൻ എടുക്കും. ഇവർ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്ന് മാത്രമല്ല, മീഡിയ വൺ എന്ന ചാനലും അതുപോലെ മാധ്യമം, പത്രവും നടത്താനുള്ള നഷ്ടം നികത്താൻ ഈ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ സക്കാത്തായി കൊടുക്കുന്ന, ധനികന്മാർ സക്കാത്തായി കൊടുക്കുന്ന ഈ കോടികളുടെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ചത് നമ്മളല്ല. ഈ ആരോപണം ഉന്നയിച്ചത് അവരുടെ ഷൂറ മെമ്പറായ ഖാലിദ് മൂസ നദ്വിയാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ ഫണ്ട് ഉപയോഗിക്കാന്ന് പ്രബോധന പത്രത്തിന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണമാരെ പ്രബോധനത്തെ വായിച്ചു കേൾപ്പിക്കാം. ഒരു ചോദ്യമാണ് പ്രബോധനത്തിൽ, ഞങ്ങൾ ഗൾഫ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇസ്ലാമിക് സെന്റർ
പ്രവർത്തിക്കുന്നത് മെമ്പർമാരിൽ നിന്ന് മാസാന്തം നിശ്ചിത തുക വരിസംഖ്യ പിരിച്ചെടുത്തുകൊണ്ടാണ്. ചില മെമ്പർമാർ അവരുടെ സക്കാത്തിൽ നിന്നാണ് വരിസംഖ്യ തരുന്നത്. ഞങ്ങൾ മാസാന്തം ഫണ്ട് കൊടുക്കും. ചില ആൾക്കാർ സക്കാത്തിന്റെ പൈസയാണ് തരുന്നത്. തെർബിയത്ത് ക്യാമ്പുകൾ, ഞങ്ങൾ നടത്തുന്ന പരിപാടികൾ, എക്സിക്യൂട്ടീവ് യോഗങ്ങൾ, അമുസ്ലിം ഡോക്ടർമാർക്കുള്ള പാർട്ടികൾ, ഈദ് മീറ്റുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രസ്തുത സംഖ്യ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കിടയിൽ സംശയങ്ങളുണ്ട്. ഒരു വിശദീകരണം തന്നാൽ നന്നായിരുന്നു. പ്രബോധനത്തിന്റെ മറുപടി, സെന്ററിന്റെ പ്രവർത്തനം മൊത്തത്തിൽ ഫീ സബീലില്ലാ. നമ്മൾ ആ ഖുർആന്റെ ആയത്തുണ്ടല്ലോ, ഖുർആന്റെ ആയത്ത്, ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീൻ വഫീ സബീലില്ലാ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്കുണ്ട്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ. മൊത്തത്തിൽ സെന്ററിന്റെ പ്രവർത്തനം ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ എന്നതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അതിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അത് വിനിയോഗിക്കാവുന്നതാണ്. പ്രബോധനം 1987 ഫെബ്രുവരി ലക്കം. നോക്ക് നിങ്ങൾ, മുസ്ലിം ഡോക്ടർമാർക്കുള്ള ഇഫ്താർ മീറ്റുകൾ, ഈദ് മീറ്റുകൾ, അടിപൊളി പരിപാടി, പെരുന്നാൾ നടത്തുക, നമ്മൾ ആഘോഷിക്കുക, ഇത് തുടങ്ങി ഇവരുടെ ക്യാമ്പുകൾ, പഠന ക്ലാസ്സുകൾ. അന്ന് ചാനൽ തുടങ്ങിയിട്ടില്ല, മാധ്യമ പത്രം തുടങ്ങിയിട്ടില്ല. ആ കാലത്താണ് ഈ പറയുന്നത് ഇവർക്കൊക്കെ ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും അത് വിനിയോഗിക്കാം എന്ന് പറയുന്നത്. ഈ മാധ്യമപത്രം കൃത്യം തുടങ്ങിയിട്ടോ എനിക്ക് അറിഞ്ഞുകൂടെ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളും. ഇതിനെല്ലാ പരിപാടികളും ഇത്തരം സംഘടനാ പ്രവർത്തനം മൊത്തം ഈ ഫണ്ട് വിനിയോഗിക്കാം. അതൊക്കെ ഫീ സബീലില്ലാ ആയത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഞാൻ സവിനയം ചോദിക്കുകയാണ്, ഫീ സബീലില്ലാ എന്ന അള്ളാഹുവിന്റെ ആ ഖുർആനിലെ ആയത്തിന്റെ ആ വാക്യത്തിന് ലോകത്ത് പ്രാമാണികനായ ഏതൊരു വ്യാഖ്യാതാവാണ് പത്രവും ചാനലും അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താൻ ഈ ഫണ്ട് വിനിയോഗിക്കാൻ ഏത് കിതാബിലാണ്, ഏത് തഫ്സീലാണ് പറഞ്ഞത്? ഖാലിദ് മൂസാ നദി പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, അത് വലിയ വിവാദങ്ങളായി ചർച്ചയായി മീഡിയ വണ്ണിലും ചാനലിനും അതുപോലെ മാധ്യമത്തിനും സക്കാത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ, നമ്മുടെ പത്രങ്ങളൊക്കെ വന്നപ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഏറ്റെടുത്തപ്പോൾ, ഈ ഖാലിദ് മൂസാ നദി ഇന്ന് FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. കാരണം ഭയങ്കര സമ്മർദ്ദമായി ജമാഅത്തിൽ നിന്ന്. അദ്ദേഹം അദ്ദേഹത്തെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ ബൈത്തു സക്കാത്ത് കേരളയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ഫണ്ടും മാധ്യമം മീഡിയ വൺ ഫണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിഷേധിക്കണമെന്നോ? ബൈത്തു സക്കാത്ത് എന്ന ഫണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ഫണ്ടും മാധ്യമത്തിനും മീഡിയ വണ്ണുള്ള ഫണ്ടും മൂന്നും വെവ്വേറെ, ഇത് തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയാണ്, ഞാൻ പറഞ്ഞത് മാധ്യമവും മീഡിയ വണ്ണും മഹത്തായ ദീനീ സംരംഭമാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പല വ്യക്തികളും ഈ സ്ഥാപനത്തിന് നേരിട്ട് പണം നൽകിയതിനെ പറ്റിയാണ്. അങ്ങനെ പല വ്യക്തികളും നൽകിയത് സക്കാത്ത്, സദഖ, വഖഫ് ഇനത്തിൽപ്പെട്ട ശുദ്ധധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം എഴുതിയത് എന്താ പറഞ്ഞു? പച്ച മലയാളത്തിൽ ജമാഅത്തുകാരുടെ സമരത്തിന് വേണ്ടി നിഷേധിച്ചു എന്ന കാര്യം വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയാ, ഈ മൂന്ന് ഫണ്ടും ഒന്നല്ല. പ്രവർത്തന ഫണ്ട് വേറെയാണ്, ബൈത്തുൽ ഫണ്ട് വേറെയാണ്, ഇതുപോലെ മീഡിയ വണ്ണിന്റെയും മാധ്യമത്തിന്റെ ഫണ്ട് വേറെയാണ്. ഇതൊന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല. പരസ്പര ബന്ധം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്നെപ്പോലുള്ള ആളുകൾ, സാധാരണക്കല്ല, ഖാലിദ് മൂസാ നദി അവരുടെ ഷൂറ മെമ്പറാണ്. എന്നെപ്പോലുള്ള സത്യസന്ധരായ വിശ്വസ്തരായ ജമാഅത്തിലെ ആലിമീങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരും മുഴുവൻ ആളുകളും ധനികന്മാരും ഈ ഫണ്ട് മീഡിയ വണ്ണിനും അതുപോലെ തന്നെ മാധ്യമത്തിനും നൽകിയത് ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്. അതുകൊണ്ട് ആ പോക്ക് അങ്ങനെ പോരാ, അദ്ദേഹം അവർ വിചാരിക്കുന്ന പോലെ നടത്തണമെന്നാണ്. ഈ ഫണ്ട് മാധ്യമത്തിനും മീഡിയ വണ്ണിനും കിട്ടിയിട്ടില്ല എന്നും വാങ്ങിയിട്ടില്ല എന്നുമല്ല പറയുന്നത്, അവർ പിരിക്കുന്നില്ല എന്നുള്ള പിരിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും പറയുന്നു. ഇത് എത്രമാത്രം ഗൗരവമുള്ള വിഷയം! ഇതാണ് നമ്മൾ ഈ അപകടകരമായ സാഹചര്യം പറയുന്നത്. ഇതേ വിഷയം മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട്. അവർക്കും ഈ വിഷയത്തിൽ യാതൊരു പ്രശ്നമല്ല. അവർ പറയുന്ന അവർക്കാണ് ഫണ്ട് കൊടുക്കേണ്ടതെന്നാണ്. അവർ കൃത്യമായി ഒരിക്കൽ ഔദ്യോഗികമായി ഉത്തരവാദപ്പെട്ട അധ്യക്ഷൻ തന്നെ എഴുതി, അവരുടെ ഔദ്യോഗിക പത്രത്തിൽ, അവരുടെ മുഖപത്രം അൽമനാറിൽ എഴുതി. അവരെന്താ എഴുതിയെന്നോ? ഇസ്ലാമിന്റെ അകത്തും പുറത്തുമുള്ള അതിന്റെ എതിരാളികളോട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആയുധങ്ങളായ നാവ് തൂലികകൾ വഴിക്കും മറ്റു വിധേനയും ധീരധീരം അടരാടിക്കൊണ്ടിരിക്കുന്ന അഖില കേരള അടിസ്ഥാനത്തിലുള്ള ഏക സംഘമാണ് ഇതെന്നുള്ളതും എന്നുവെച്ചാൽ കേന്ദ്രം സഹോദരന്മാരെ പ്രത്യേകം അനുസരിപ്പിച്ചുകൊള്ളുന്നു. അതിനാൽ സക്കാത്തിന്റെ ഫണ്ടിൽ മുജാഹിദീങ്ങൾക്കുള്ള വിഹിതം മറ്റു സംഭാവനകളും നൽകി ഈ പരിപാവനമായ മാസത്തിൽ സംഘത്തെ സഹായിക്കണമെന്ന് എല്ലാ സഹോദരങ്ങളും പ്രത്യേകം അപേക്ഷിക്കുന്നു എന്ന് വിധേയൻ കെ മൗലവി അൽമനാർ മാസിക പുസ്തകം 3/4. അവർ പറയുന്നത് ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, അത് മുജാഹിദ് എന്ന് ഞങ്ങളുടെ പേര്, ഞങ്ങളാണ് മുജാഹിദ് നടത്താൻ യുദ്ധം ചെയ്തു വരുന്നത്, അപ്പം ഞങ്ങൾക്ക് തന്നോളൂ, മുജാഹിദുകൾക്ക് ഇത് എങ്ങോട്ട് കൊടുത്തോളൂ. ജമാഅത്ത് പറഞ്ഞ മീഡിയ വണ്ണും മാധ്യമമൊക്കെ ഞങ്ങൾ നടത്തുന്ന ജിഹാദിന് വേണ്ടിയാണ്, ഫീ സബീലില്ലാ അതാണ് അങ്ങോട്ട് കൊടുത്തോളൂ. എന്നാൽ NDF-കാർ പറഞ്ഞതോ സെയിം കേസാണ്. അവർ 2 കുട്ടികളെ കൊടുക്കേണ്ടത് ഞങ്ങൾക്കാണ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞത്. അവരെഴുതിയ കത്ത് കൊടുത്താൽ ചെയർമാൻ എഴുതി കൊടുത്ത കത്ത് ഞാൻ പറഞ്ഞുതരാം. ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പ്രചാരണ പരിപാടികൾക്കും പ്രവർത്തന മേഖലയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കേസുകളുടെ നടത്തിപ്പിനും മറ്റുമായി ധാരാളം പണം ചെലവ് വരുമെന്ന് ഊഹിക്കാമല്ലോ. താങ്കളെപ്പോലുള്ള ഗുണകാംക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായവും ധാർമ്മികമായ പിന്തുണയുമാണ് ഞങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി ആവശ്യമായി നിൽക്കുന്നുണ്ട്.
ഈ പരിശുദ്ധ മാസത്തിൽ താങ്കളുടെ സക്കാത്തിന്റെ അല്ലെങ്കിൽ സദഖയുടെ ഒരു വിഹിതം NDF-ന് വേണ്ടി നീക്കി വെക്കണമെന്നും താങ്കളെ സമീപിക്കുന്ന പ്രവർത്തകരെ ഏൽപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എ സഈദ് ചെയർമാൻ. ഇവരൊക്കെ ഒരു ലൈന. അവരൊക്കെ ചിത്രത്തിന് പോയി. ജമാഅത്തെ ഇസ്ലാമി വളരെ ഗൗരവതരമായ ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ സക്കാത്തിന്റെ ഫണ്ട് മര്യാദയ്ക്ക് അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരെ ബൈത്തുൽ മാൽ കൊണ്ടുപോയി ഇവരെ അടക്കുമെന്ന് പറയുന്നു. ആ ബൈത്തുൽ മാൽ അടച്ചാൽ അത് അമീറിന് കേന്ദ്ര ബൈത്തുൽ മാൽ ലയിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നു. പിന്നെ സംഘടനാ പ്രവർത്തനത്തിന് ആ ഫണ്ടിൽ നിന്നാണ് എടുക്കേണ്ടതെന്ന് പറയുന്നു. പച്ചയായി ഭരണഘടന പോലും ഇങ്ങനെ പറയുന്ന, അവിടെ ഷൂറ മെമ്പർ പോലും പച്ചയായി മാധ്യമത്തിനും മീഡിയാവിനും സക്കാത്തിന്റെ ഫണ്ടാണ് വിനിയോഗിക്കുന്നത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഈ 5 ഇസ്ലാം കാര്യത്തിലേക്ക് കൈവച്ചിരിക്കുന്ന വിഭാഗത്തിൽ നേരത്തെ അവർ കൈവച്ചു. ഇത് സക്കാത്തിലേക്ക് കൈവച്ചിരിക്കുന്നത് എത്ര അപകടകരമായ സാഹചര്യമാണിത്. സത്യത്തിൽ സക്കാത്തിന്റെ കാര്യത്തിൽ നിന്ന് വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, വല്ലദീന യക്നീസുന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. സൂറത്ത് തൗബ 33-ാമത്തെ ആയത്താണ്. സ്വർണവും വെള്ളിയും സമ്പത്തും ഒക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂട്ടി വെക്കുന്ന ആളുകൾ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സക്കാത്തായി ചെലവഴിക്കുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, കൃത്യമായി ആ സക്കാത്ത് കൊടുക്കേണ്ട വിധം അർഹിക്കുന്ന ആളുകളെ കൈകൾ എത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നല്ല വേദനാജനകമായ ശിക്ഷയുടെ സന്തോഷം അറിയിച്ചു കൊടുത്തു. ഖുർആൻ പറയാം തങ്ങളോട്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ആ സമ്പത്ത് നരകത്തിലെ തീയിട്ടിട്ട് ആ തകിട് ഇങ്ങനെ ചുട്ട് പഴുപ്പിച്ചിട്ട് ഫതുഖ്ഫാ ബിഹാ ജിബാഹുഹും, അവരുടെ നെറ്റിയിൽ ചൂട് വെച്ചുകൊണ്ടിരിക്കുന്നു, വജുനൂബുഹും അവരുടെ പാർശ്വഭാഗങ്ങൾ ചൂട് വെച്ചുകൊണ്ടിരിക്കുന്നു, വദുഹൂറുഹും അവരുടെ മുതുകുകൾ ചൂട് വെച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ മലക്കുകൾ പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, മര്യാദയ്ക്ക് സക്കാത്ത് കൊടുക്കാതെ ജമാഅത്തെ ഇസ്ലാമി പാർട്ടിക്ക് സക്കാത്ത് കൊടുത്തവർ, മീഡിയ വണ്ണിന് സക്കാത്ത് കൊടുത്തവർ, മാധ്യമത്തിന് സക്കാത്ത് കൊടുത്തവർ, മുജാഹിദിന്റെ പ്രവർത്തനത്തിന് സക്കാത്ത് കൊടുത്തവർ, NDF-ന്റെ പ്രവർത്തനത്തിന് സക്കാത്ത് കൊടുത്തത്, ഈ സക്കാത്തൊന്നും സ്വീകാര്യമല്ല. ഞാൻ ഖുർആൻ സൂറത്ത് തൗബയിൽ 60-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു തന്നില്ലേ, ഇന്നമസ് സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീൻ, സക്കാത്ത് കൊടുക്കേണ്ടത് ഫഖീറിനാണ്, മിസ്കീനിനാണ്. 8 വിഭാഗത്തെ ഞാൻ എണ്ണിത്തന്നുകൊണ്ട് ഒന്നും കൂടി ഉറപ്പിച്ചു പറഞ്ഞില്ലേ, ഫരീളത്തും മിനല്ലാഹ്, ഇത് അല്ലാഹു നിശ്ചയിച്ച ഫറലായ വിഹിതമാണ്. ഒരു കാരണവശാലും മാറ്റം വരുത്താൻ പാടില്ല. വല്ലാഹു അലീമുൻ ഹക്കീം, അതൊക്കെ എനിക്ക് അല്ലാഹുവിന് അറിയാം, അല്ലാഹു തന്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു എന്ന് അല്ലാഹു ചോദിക്കും. ഇത്ര ഗൗരവമുള്ള ഇസ്ലാമിലെ 5 കാര്യങ്ങൾ 3-ാമത്താണ് സക്കാത്ത്. ഈ സക്കാത്തിലായി കൃത്രിമം കാണിക്കുന്നത്. ഇങ്ങനെ കൃത്രിമം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇത്തരം നിഗൂഢ ശക്തികളെ തിരിച്ചറിയണം എന്നാണ് ആദർശ ക്യാമ്പയിൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലെ ചില്ലറ ആളുകൾ അവർ കൈയ്യെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ ആദർശ ക്യാമ്പയിൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയം, ഏറ്റവും വലിയ സന്ദേശം. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സാക്ഷാൽ വഫിയ പ്രസ്ഥാനത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുപാട് വർഷങ്ങൾ ശ്രമിച്ച് വിജയിക്കാതിരുന്നപ്പോൾ അവരെ ബന്ധം വിച്ഛേദിച്ച് ഒഴിവാക്കി. എന്ത് ഒഴിവാക്കാൻ കാരണം? പല കാരണങ്ങൾ. ഒരു കാരണം ഈ ജമാഅത്ത് ബന്ധാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ ആദർശപരമായ ചില ബന്ധങ്ങൾ അവർക്കുണ്ട്. അത് പ്രകടമാണ്. നമുക്ക് ഈ ഹ്രസ്വമായ സമയത്ത് ഞാൻ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഈ ബന്ധത്തിന്റെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമുള്ള അധ്യാപകന്മാർ ഇത്തരം കോളേജുകൾ അധ്യാപകരായി നിശ്ചയിക്കുന്നു. കാളികാവ് PG ക്യാമ്പസ് ഉദാഹരണമാണ്. അത്തരം ആളുകളുടെ പരിപാടികൾ ഇതിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു. അത്തരം ആളുകൾ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നു. അത്തരം സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കരിക്കുലം തയ്യാറാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുമായി കൂടിയാലോചിച്ച് അവരെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവിശുദ്ധ ബാന്ധവം പ്രകടമായിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും അവസാനത്തെ സത്യത്തിൽ ഈ CIC-യുടെ ജനറൽ സെക്രട്ടറി ഒരുപാട് ചർച്ചകൾ നടത്തിയപ്പോൾ ലാസ്റ്റ് ചർച്ചയിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും MT ഉസ്താദും ആലിക്കുട്ടി ഉസ്താദും ഉൾപ്പെടെയുള്ള മുഷാവറയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ മുമ്പിൽ പറഞ്ഞാൽ ഇനി ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിക്ക് പോകില്ല. അങ്ങനെ ചർച്ചയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജമാഅത്ത് എവിടെ കിടക്കുന്നു? സുന്നി എവിടെ കിടക്കുന്നു? വിദായികളുമായി അകലം, അവരുമായുള്ള ബന്ധമല്ല എന്നല്ലേ സമസ്തയുടെ പ്രഖ്യാപന നിലപാട്. അങ്ങനെ പോകൂലാൻ തീരുമാനിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആൾ കാലങ്ങൾക്കും എഴുതി കൊടുത്തു. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 23-ാം തീയതി അദ്ദേഹം മുജാഹിദിന്റെ പരിപാടി പോയില്ലേ? ഈ വളവന്നൂർ അൻസാർ എന്ന മുജാഹിദിന്റെ അറബി കോളേജാണ്. ആ മുജാഹിദിന്റെ അറബി കോളേജിൽ ഖുർആൻ സമ്മേളനം പങ്കെടുക്കുന്ന എല്ലാ പണ്ഡിതന്മാരും മുജാഹിദിന്റെ സംസ്ഥാന ലീഡർമാർ. അതിലൊന്നാമത്തെ പണ്ഡിതൻ അബ്ദുൽ ഹക്കീം വൈസി ആദർശരിയാണ്. ഈ തരത്തിലൊരു അവിശുദ്ധ ബാന്ധവം. എന്നിട്ട് ക്ലാസ്സുകൾ വെച്ച് ഇത്തരം ആശയങ്ങൾ പതുക്കെ കുത്തിട്ടുകൾ മനസ്സിൽ കുത്തിവെക്കുക, സമസ്തയെ മോശമായി ചിത്രീകരിക്കുക, സമസ്തയുടെ പണ്ഡിതന്മാരെ ഇകഴ്ത്തി കാണിക്കുക. ഇങ്ങനെ സമസ്ത വിരുദ്ധരായ വിഭാഗത്തെ സമസ്തയുടെ ചെലവിൽ വളർത്തിയെടുക്കുന്ന അപകടകരമായ രീതിയാണിത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ബിദഈ സംഘടനകളെ നമ്മുടെ ചെലവിൽ വളർത്തിയെടുക്കേണ്ടതെന്ന ഗൗരവതരമായ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ചിന്തയുടെ അടിസ്ഥാനത്തിൽ സമസ്തയ്ക്ക് തീരുമാനമെടുത്തത്. ആ പ്രശ്നം വളരെ പ്രധാനമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. നമുക്ക് എന്തൊക്കെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താലും ശരി, മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ ആളുകൾ നമ്മുടെ ഈ ഒരു ഭിന്നതയുടെ മറവിൽ മുതലെടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം.
അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആദർശ പ്രചരണവുമായി 99 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ എങ്ങനെ മുന്നോട്ട് പോയോ അതുപോലെ മുന്നോട്ട് പോയി. നമ്മൾ മരിച്ചു പോകുമ്പോഴും അടുത്ത തലമുറയ്ക്ക് ഇതുപോലെ ഈ സുന്നത്ത് ജമാഅത്ത് കൈമാറി. നമ്മൾ മരിച്ചാൽ അവിടെ മരിച്ച വീട്ടിൽ യാസീൻ ഓതാനും ആ ഭക്തിനിർഭരമായ പ്രാർത്ഥന നടക്കാനും ആ ദിക്ർ ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകാനും ഖബറുകളിൽ പോയി ഖുർആൻ ഓതാനും അവിടെ വെച്ച് തസ്ബീത്തും തൽഖീനും ചൊല്ലാനും ആഴ്ചയിലെങ്കിലും അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യാനും ആണ്ട് നമ്മളെ പ്രത്യേകിച്ച് ദുആ നടത്താനും ഒക്കെ കഴിയുന്ന നല്ലൊരു മക്കളെ നല്ല തലമുറയെ നമുക്ക് നിലനിർത്തണം. പൂർവിക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഫലമായിട്ടാണ് ഈ ആദർശം നിലനിൽക്കുന്നത്. നമുക്കതിനു വേണ്ടി സമസ്തയുടെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി യുവജന വിഭാഗമാണ് SKSSF. ആ SKSSFയുടെ എല്ലാ പ്രവർത്തനവും സർവാത്മന നമ്മൾ സഹകരിക്കുക. അള്ളാഹു പരിശുദ്ധമായ ദീനിനെ സത്യസന്ധമായ ഇഖ്ലാസോടുകൂടി ദീർഘകാലത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ആഫിയത്തും തൗഫീഖും ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു എല്ലാവിധ ആയുരാരോഗ്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി പുത്തുക്കോയ തങ്ങൾക്ക് ഈ ഉമ്മത്തിന് നിർണായക ഘട്ടത്തിൽ കരുത്തുറ്റ നേതൃത്വം നൽകാനുള്ള ഹിമ്മത്തും കഴിവും തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസും ആഫിയത്തും ആരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി ഒരു കാപട്യവും നമുക്കില്ല, ആരോടും വിരോധമല്ല. ഈ പരിശുദ്ധ ദീൻ കളങ്കമില്ലാതെ കൈമാറാനുള്ള പ്രവർത്തനവുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ സമസ്ത തണലിൽ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആക്കുന്ന സ്നേഹാദരവും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ തുരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.